ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 21 കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ, അന്യഭാഷാ ചിത്രങ്ങൾ, ഒപ്പം രാവണപ്രഭു തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. ഇന്ന് റിലീസായ ചിത്രമാണ് തമ്മ എന്നുള്ളതും. ആ ചിത്രത്തിൻ്റെയും കളക്ഷൻ അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു തരാം. ഇന്ന് 6-ാം ദിനമാണ് ഈ ഒരു സിനിമയുടെ. ഇതുവരെ 486ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 22,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. ഏകദേശം 20% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 36,55,000 രൂപയോളമാണ്. അതായത് ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് വരുന്നത്. ഇന്നലെ അവധി ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ 1,03,50,000 രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞത്. അതായത് ഇന്നലെയും സിനിമ 1,25,00,000 രൂപയ്ക്ക് അടുത്താണ് നേടിയത്. അതിന് തൊട്ട് മുമ്പ് ഉള്ള ഞായറാഴ്ച 1,50,00,000 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 4.5 കോടി നേടിയ ചിത്രം ഇതാ 6 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തോടുകൂടി കളക്ഷൻ 5,60,00,000 രൂപയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സിനിമ 7 കോടി 8 കോടി റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത് പ്രതീക്ഷയാണ്. എന്തായാലും മികച്ച റെസ്പോൺസ് തന്നെയാണ് ഷറഫുദ്ദീൻ്റെ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രം ഷറഫുദ്ദീൻ്റെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് വരുന്നു. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുന്നു. പ്രണീഷ് വിജയനാണ് സംവിധായകൻ. ഷറഫും അതേപോലെ അനുപമയും വിനയ് ഫോർട്ടുമാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. കൂടുതലും കുട്ടികളെയും ഫാമിലിയെയും ഈ സിനിമ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് വർക്കിംഗ് ഡേ ആയിട്ട് പോലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ കാണാൻ കഴിയുന്നത്. ബാൾട്ടിയുടെ കളക്ഷൻ കണക്കുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ബാൾട്ടി ഒരു ലോങ് റണ്ണിലേക്ക് തന്നെ പോവുകയാണ്. 26-ാം ദിനമാണ് സിനിമയുടേത്. ഇന്നും 49ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 600-നടുത്തുള്ള ടിക്കറ്റുകളാണ് ഈ ഒരു വർക്കിംഗ് ഡേയിൽ സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 8% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 71,000 രൂപയാണ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഇന്നലെ ദീപാവലി ദിനത്തിൽ 2,64,700 രൂപയോളമായിരുന്നു സിനിമയ്ക്ക് കളക്ഷൻ വന്നത്. ഏകദേശം 4.5 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. ട്രാക്കിങ്ങിലൂടെ 7,69,00,000 രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 9 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡായിട്ട് 13 കോടിയിലേക്കും സിനിമ എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പലരും ഈ ഒരു സിനിമ നേരത്തെ തന്നെ റണ്ണിങ് എൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഫൈനൽ റണ്ണെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ സിനിമ അവിടുന്ന് കടന്ന് ഈ ഒരു ദീപാവലി കാലവും മികച്ച രീതിയിൽ ആക്കി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് പുറത്തിറങ്ങിയ ഏറെ കാത്തിരുന്ന അന്യഭാഷ ചിത്രമാണ് തമ്മ എന്ന ചിത്രം. സിനിമ ഒരു കോമഡി ഹൊറർ ചിത്രമാണ്. ഏകദേശം 2.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. ഇന്ന് മികച്ച രീതിയിലുള്ള റെസ്പോൺസുകൾ പുറത്ത് സിനിമയ്ക്ക് ലഭിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 55ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 4.5 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ അതൊരു മികച്ച കളക്ഷനായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആയുഷ്മാൻ ഖുറാനയും രശ്മിക മന്ദാനയുമൊക്കെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. എന്തായാലും മലയാളികളുടെ ഞെട്ടിക്കാൻ ആയിരിക്കുമോ ഈ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നതെന്ന് കണ്ടറിയാം. എന്തായാലും ഡീസലിൻ്റെ അടുത്ത കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഡീസലിന് ഇത് 5-ാം ദിനമാണ്. 29ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഏകദേശം 400ഓളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. 55,000 രൂപയാണ് സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്നത്. ഇന്നലെയും സിനിമയ്ക്ക് 58,000-ന് മുകളിലുള്ള കളക്ഷനാണ് വന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അത്ര മികച്ച കളക്ഷൻ അല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് 7,52,000 രൂപയോളമാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദീപാവലി കാലത്ത് വന്നിരിക്കുന്നതിനകത്തിൽ കേരളത്തിൽ 3rd പൊസിഷനാണ് ഡീസലിന് എത്തിയിരിക്കുന്നത്. ഡ്യൂഡ് എന്ന ചിത്രമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഡ്യൂഡ് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 412 ഷോകൾ ഈ 5-ാം ദിനത്തിലും സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 11,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 16,63,000 രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ 45 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് 40 ലക്ഷം രൂപയ്ക്ക് താഴേക്കുള്ള കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നും സിനിമ ഏകദേശം 25-27 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ളതാണ്. നമ്പർ 1 ആയിരിക്കുകയാണ് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇന്നുകൊണ്ട് സിനിമ 100 കോടി അടിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2,18,00,000 രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള ട്രാക്ഡ് കളക്ഷൻ. അതായത് സിനിമ 3 കോടി കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഒരു അന്യഭാഷാ ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദീപാവലി കാലത്ത് കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരുപാട് റിലീസുകളുണ്ട്. അതിനിടയിൽ തന്നെ കാന്താര പോലെയുള്ള വമ്പൻ റിലീസുകളുണ്ട്. എന്നിട്ടും സിനിമയ്ക്ക് മികച്ച രീതിയിലൊരു കളക്ഷൻ നേടാൻ കഴിയുന്നു. ഇതിന് പ്രധാനമായി മലയാളികൾ കാണുന്നത് പ്രദീപ് എന്ന നടൻ്റെയും ഒപ്പം മമിത ബൈജുവിൻ്റെയും പ്രസൻസ് തന്നെയാണ്.
തന്നെയാണ്. ഇനി കാന്താരയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കാന്താര കളം നിറഞ്ഞാടുകയാണ്. 20ാം ദിനത്തിലേക്ക് എത്തിയ ഈ ഒരു ചിത്രം ഇന്ന് 615 ഷോകളിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. 21,000-അടുത്തുള്ള ടിക്കറ്റുകളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു. 12% ഒക്യുപ്പൻസിയിൽ സിനിമ 31 ലക്ഷം രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇന്നലെയും മിനിങ്ങാന്നും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും, അതായത് ശനി, ഞായർ, തിങ്കൾ ദിനങ്ങളിൽ സിനിമ 1 കോടിക്ക് മുകളിലാണ് നേടിയത്. ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ളതാണ് ഉറപ്പാക്കുന്നത്. ഇന്നലെ 1 കോടി 5 ലക്ഷം രൂപ നേടിയെങ്കിൽ മിനിങ്ങാന്ന് 1 കോടി 82 ലക്ഷം രൂപയും അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ശനിയാഴ്ച 1 കോടി 10 ലക്ഷം രൂപയും സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ മാത്രം നേടാൻ കഴിഞ്ഞു. അതായത് ഇന്നലെ 1 കോടി 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. ഇന്ന് സിനിമ 50 ലക്ഷം രൂപ കൂടി എത്തുകയാണ്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 56 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 800 കോടി എത്തിയോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പോസ്റ്ററുകൾ ഇതുവരെ പുറത്തു വന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സിനിമ കണക്കുകൾ പ്രകാരം 800 കോടി ടച്ച് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ ദീപാവലി ദിനങ്ങൾ കഴിയുന്നതോടെ സിനിമ 800-850 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലും അതേപോലെ തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ സിനിമയ്ക്ക് മികച്ച ഹോൾഡ് തന്നെയാണ്. പല സ്ഥലങ്ങളിലും സിനിമ അതിഗംഭീരമായിട്ടാണ് ഈ ദിനങ്ങളിൽ ഓടുന്നത്. ആദ്യ ദിനത്തെ പോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണത്തോടെ ഓടാനും കഴിയുന്നത്. എന്തായാലും 1000 കോടി എന്നുള്ള ആ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്താൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള തിയേറ്റർ ബുക്കിംഗ് കാണാൻ കഴിയുന്നു. നമുക്ക് ഇനിയൊരു കുഞ്ഞൻ സിനിമയുടെ വിശേഷം, നമ്മൾക്ക് ഏറ്റവും ഫേവറേറ്റായ ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ചിത്രത്തിൻ്റെ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഫാസിൽ മുഹമ്മദാണ് ഇതിൻ്റെ സംവിധായകൻ. ഷംല ഹംസയാണ് ഇതിനകത്തിൽ നായകനായി എത്തിയിരിക്കുന്നത്. കുമാർ സുനിൽ അങ്ങനെ തുടങ്ങിയവരൊക്കെയാണ് ഇതിനകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ലക്ഷം രൂപ നേടിയ ചിത്രം ഇന്നും മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ പോകുന്നത്. ഒരു വലിയ ഇടിവ് ഉണ്ട് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 60,000, 25,000 രൂപയ്ക്കൊക്കെ മുകളിൽ കിട്ടിയ സിനിമയ്ക്ക് ഇന്ന് ഏകദേശം 5,000 രൂപയാണ് 8 ഷോകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടിവാണെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇങ്ങനെ ഒരു ലോങ് റൺ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്നത് ജനപിന്തുണയോടുകൂടി തന്നെയാണ്. അതായത് മികച്ച സിനിമ എന്ന ഒറ്റ പേരുകൊണ്ട് തന്നെയാണ് സിനിമ ഇത്രത്തോളം പോകുന്നത്. പ്രത്യേകിച്ച് താരങ്ങളോ വലിയ ബാനറോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചിത്രമോ അല്ല. കുഞ്ഞൻ ചിത്രം, ചെറിയ ബഡ്ജറ്റ്, ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ, പക്ഷേ മികച്ച സിനിമ നല്ല കളക്ഷൻ നേടി പോകുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ പ്രോഫിറ്റായി എന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും നല്ല ഒരു സന്തോഷമായിട്ടുള്ള കാര്യം. ചെറിയ ചെറിയ സിനിമകൾ വിജയിക്കട്ടെ, അത് വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള സിനിമകളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നിർബന്ധവുമാണ്. ബൈസൺ കാലമാടൻ എന്നുള്ള ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇത് സെക്കൻഡ് പൊസിഷനാണ് ഈ ഒരു ദീപാവലി കാലത്തിറങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിൽ. 141 ഷോകളിൽ നിന്ന് 3,500ഓളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. 5,40,000 രൂപയാണ് ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50,48,000 രൂപ കടന്നതായി ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്നു. എന്താണ് സിനിമ 80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ. ഇനി നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് കടന്ന് ചെല്ലാം. ലോകയ്ക്ക് 55ാം ദിനമാണ്. 55ാം ദിനത്തിലും കളം നിറഞ്ഞാടുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. OTT ഉടനെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിൽ 23-ന് OTTയിൽ വരുമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റുകളും ഒരു അനക്കവും ഇല്ലാതെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 111 കോടി 7 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്ന ട്രാക്കിങ്ങിലൂടെ മാത്രം. സർവ്വകാല റെക്കോർഡുകളാണ്. ഇതിനു മുമ്പ് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ നേടിയിരുന്നത് 107 കോടി ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. ഇവിടെ 123 കോടിയും കടന്ന് 125 കോടി അടിച്ചിട്ടേ പോകൂ എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് 303 കോടി കടന്ന സിനിമ 303 കോടി 10 ലക്ഷം രൂപയിലേക്ക് എത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 123.5 കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ള കണക്കുകളും വരുന്നു. 90 ഷോകൾ ഇന്ന് ട്രാക്ക് ചെയ്തപ്പോൾ 2,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇന്ന് 3 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വരുന്നത്. അതായത് ഇന്നും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. എന്തായാലും മലയാളികളുടെ ഏറ്റവും വലിയ ചിത്രമായി മാറുകയാണ് ലോക ഇന്ന് 300 കോടി ക്ലബ്ബിൽ കയറുമ്പോൾ മലയാളത്തിൻ്റെ ആദ്യ 300 കോടി എന്ന സ്വപ്നം അങ്ങനെ പൂവണിയുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ അത്രത്തോളം ഗംഭീരമാക്കിയത് വേറെയൊന്നുമല്ല, ഇതിനകത്തുള്ള ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഇതിനകത്തിൽ അണിയറയിലും അല്ലെങ്കിൽ അരങ്ങത്തുമൊക്കെ നിന്ന ഓരോ വ്യക്തിയുടെയും പ്രയത്നം തന്നെയാണ്. ഇനി നമുക്ക് നേരെ രാവണപ്രഭുവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. രാവണപ്രഭു അഴിഞ്ഞാട്ടം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവണപ്രഭു ഇതുവരെ 2,314ഓളം ഷോകളാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത്. 1,78,000 ടിക്കറ്റുകൾ വിറ്റുപോയതായാലും 2 കോടി 80 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നതായിട്ടുമാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,4 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം 4,4 കോടിയോളമാണ് ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായി പുറത്തു വരുന്ന കണക്കുകൾ.
പാതിരാത്രി 5-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ചിത്രം 305 ഷോകളിൽ നിന്ന് 6400ഓളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയതായി പുറത്തു വരുന്നത്. 10,50,000 രൂപയോളം സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ വന്നിരിക്കുന്നു. അതായത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ. ഇന്നലെ 25.5 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 1,30 ലക്ഷം രൂപ നേടിയ ചിത്രം 1,80 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. രതീന ഷർഷാദാണ് ഈ ഒരു സിനിമയുടെ സംവിധായിക. നവ്യ നായരും സൗബിനും കേന്ദ്ര കഥാപാത്രങ്ങൾ. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ചിത്രങ്ങളാണ്, അതിൻ്റെ അപ്ഡേറ്റുകളാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. മീഡിയാസ്.